ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ ആ ഒരു നിശ്ചയമൊക്കെ നടങ്ങി എല്ലാവരും ഭയങ്കരമായിട്ടും ഈ കനകയെയും ഗോവിന്ദനെയും കുറ്റപ്പെടുത്തുകയാണ്. ആ സമയത്ത് അവർ ഭയങ്കര ഒരു സങ്കടത്തോടു കൂടി തന്നെ പുറത്തോട്ടിറങ്ങി പോകുമ്പോൾ നയനയും പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്, മോളെ നിനക്കിപ്പോൾ വയ്യാതിരിക്കുകയല്ലേ, ആ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത് മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ അച്ഛനും അമ്മയെയും കുറ്റപ്പെടുത്തുന്നത് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയില്ല. നന്ദു ഈ വീട്ടിലേക്ക് വരാത്തതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വീട്ടിൽ വന്നിട്ട് നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണമൊക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞല്ലേ, എന്നിട്ട് അവിടെ എതിർപ്പായിട്ട് നിന്നത് ആരാണ്? നിങ്ങൾ രണ്ടുപേരും അല്ലേ? എന്നിട്ട് അതെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇവരെല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് കണ്ടില്ലേ അമ്മേ? ഇതൊക്കെ ഞാൻ എങ്ങനെ നോക്കി നിൽക്കാനാണ്? എനിക്കിതൊന്നും കണ്ടിട്ട് അത്ര സഹിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ മടങ്ങി വന്നതേ പഴയ നയനയായിട്ട് തന്നെയാണ്. അങ്ങനെ ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ട സ്വഭാവമൊന്നും എനിക്കില്ല. ഞാനങ്ങനെ താഴ്ന്നു കൊടുക്കുകയില്ല. അന്ന് വിചാരിച്ച അച്ഛാ, ഞാൻ അഹങ്കാരം പറയുന്നതെന്ന് വിചാരിക്കരുത് അച്ഛാ. ഇനിയൊന്നും ക്ഷമിച്ചങ്ങ് നിൽക്കാനായിട്ട് പറ്റില്ല അച്ഛാ. പറയേണ്ട കാര്യത്തിന്, ന്യായമായ കാര്യത്തിന് നല്ല മറുപടി തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല അച്ഛ എന്ന് നമ്മുടെ നയന പറയാണ്. എന്നാലും മോളെ നീ വഴക്കിനൊന്നും പോവണ്ട, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞങ്ങളിപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വന്നു, കുറേയൊക്കെ കേൾക്കേണ്ടി വരികയും ചെയ്തു. അതെല്ലാം ഞങ്ങളുടെ തലവിധിയായിട്ട് തന്നെ ഞങ്ങൾ കരുതിക്കോളാം. എന്നാലും നന്ദുവിനോട് പോയി കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാ അച്ഛാ? എന്തിനാ ഇപ്പം നന്ദുവിനോട് പോയി ചോദിക്കുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, അവളുടെ ഡ്യൂട്ടി അവൾ ചെയ്തു. അതിനിപ്പോൾ അവളെ പഴി പറഞ്ഞിട്ട് എന്താണ് കാര്യം വെച്ചാ എന്ന് ചോദിക്കണം. എന്നാലും ആ കറക്റ്റ് സമയത്ത് തന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ അനാമികയുടെ അച്ഛനും കൂടി പരാതി കൊണ്ടേ കൊടുത്തു. അപ്പോൾ ആ പരാതി കേട്ട പാടെ തന്നെ അങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പരാതി കിട്ടിയ ഉടനെ തന്നെ വിളിക്കാനായിട്ട് പോകുന്നു. അവൾ ആരാ അവള് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയും അച്ഛനും കൂടി ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ട് അവിടെ പറയുകയാണ്. അങ്ങനെ അവൾ കറക്റ്റ് സമയത്ത് വിളിച്ചത് കൊണ്ടല്ലേ ഇപ്പം ഇത്രയും പ്രശ്നമില്ലാതെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിലോ ഇപ്പോൾ അനിയുടെയും അവന്തികയുടെയും നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ, ആ സമയത്താണ് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയ പ്രശ്നമായി പോയാനായിരുന്നു. അനിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുമായിരുന്നു. അതൊക്കെ വേണമായിരുന്നു. അതുകൊണ്ട് നന്ദു നേരത്തെ വിളിച്ചു. അതല്ലേ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നില്ല ഈ അനിയും നന്ദുവും കൂടി ഇത് കളിച്ച കളിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ഞാൻ കൂടി ചെല്ലട്ടെ, അവളോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ. അത്രയ്ക്കും ആവേശമൊന്നും പാടില്ലല്ലോ. എനിക്കല്ലെങ്കിൽ സംശയമുണ്ട് മോളെ, ഇവർ രണ്ടുപേരും അടുപ്പമുണ്ടോ എന്ന്. ആ ജോത്സ്യം പറഞ്ഞതൊക്കെ മുഴുവൻ ഇപ്പോൾ സത്യമായി കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ജോത്സ്യൻ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദുവിൻ്റെ മനസ്സിലൊരു ചെറുക്കനുണ്ട്, ആ ചെറുക്കനുമായിട്ടുള്ള കല്യാണമേ നടക്കുള്ളൂ എന്നൊക്കെയാണ് ജോത്സ്യം പറയുന്നത്. അതിപ്പോഴും പറയുന്നുണ്ടോ അമ്മേ? അതിപ്പോഴും പറയുന്നുണ്ട്. ആ ഒരു പേടിയിലാണ് ഞങ്ങൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മേ. എന്തൊക്കെ വന്നാലും ഇനി അനിയെ ഉപദേശിക്കാനൊന്നും ഞാൻ റെഡിയല്ല. അനിയെ ഉപദേശിക്കാനോ നന്ദുവിനെ ഉപദേശിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ഇനിയിപ്പോൾ ദൈവനിശ്ചയം അവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാനാണെങ്കിൽ നടക്കട്ടേന്നേ. അതിനിപ്പോൾ ആരെയും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവർ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്നൊക്കെ വലിയ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അമ്മയും അച്ഛനൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ രണ്ടുപേരും അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും കല്യാണമൊക്കെ എപ്പോഴേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നടത്തി കൊടുത്താനായിരുന്നു. അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. പിന്നെ 3 മക്കളെയും ഇങ്ങോട്ട് കടത്തി വിടരുത്, അത്രേ മാത്രമേ ഉള്ളൂ മോളെ. ഇനി നിൻ്റെ 7ാം മാസ ചടങ്ങ് വരികയാണ്. ഇനി ആ സമയത്ത് വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കറിയാം. നന്ദുവിനെയും കൊണ്ട് ആ സമയത്ത് വരാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ മോളെ. നന്ദു വരട്ടെ അമ്മേ. നന്ദു വന്നെന്ന് വിചാരിച്ച് എന്താണ് ഇപ്പോൾ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? അവളെ 2 ചേച്ചിമാർ ഇവിടെയുണ്ട്. പിന്നെ നവ്യേച്ചിക്കാണെങ്കിൽ അവളെ തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അവളെ കാണണം, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവളെ കണ്ടുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അവൾ ഇവിടെ വന്നെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ അനിയുണ്ടെന്ന് വിചാരിച്ച് എന്താ അവൾക്ക് എങ്ങോട്ട് പോകാനും വരാനൊന്നും പറ്റില്ലേ? അമ്മ അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളെയും കൂടി 7 മാസ ചടങ്ങിന് വരണം, നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് വരണം എന്നൊക്കെ നയന നല്ല കടുത്ത തീരുമാനം പറയുകയാണ്. എന്നാൽ ശരി മക്കളെ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ഈ നയനയും അതേപോലെ തന്നെ ആദർശും കൂടി നേരെ മുകളിലേക്ക് കയറി ചെല്ലുക. മുകളിലേക്ക് കയറി ചെന്നപ്പോഴേക്കും അനി അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അനി അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ നിനക്ക് സന്തോഷമായി അല്ലേ? എന്താ ഇത്? സന്തോഷമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരായി പോകും. എനിക്ക് സന്തോഷമാണ്, എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്ന് വിചാരിച്ച് ഈ നിശ്ചയം മുടങ്ങിയതിൽ ഞങ്ങളൊരു ഗൂഢാലോചനയില്ല. ഞങ്ങൾക്ക് ഉറപ്പാ നീയും നന്ദും കൂടി കിടന്ന് കളിക്കുകയാണല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടല്ലേ ഈ നിശ്ചയം മുടക്കിയത്? അയ്യോ ഏട്ടാ, എന്തൊക്കെയായിട്ടാ ഈ പറയുന്നത്? അങ്ങനെ ഒരു നിശ്ചയം മുടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല,
ദേ നന്ദു മുത്തച്ഛനെ വിളിച്ച കാര്യം പോലും എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാ? ഓ അത് ശരി. അപ്പം നിന്റെ നിശ്ചയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നന്ദുവിനെ വിളിക്കായിരുന്നല്ലോ. ഇത് കറക്റ്റ് സമയത്തല്ലേ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ എന്താ ഞങ്ങൾ കരുതേണ്ടത്? നീയും നന്ദുവും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്. എടാ MD സ്ഥാനം നീ എനിക്ക് വിട്ടു തന്നപ്പോൾ തന്നെ നീ ഡാൻസ് കളിച്ച് ആഘോഷിച്ചല്ലേ അത്. അപ്പം അതിലെന്ത് വേണം കരുതാൻ? ഇനി നിനക്ക് നന്ദുവിനോടൊപ്പം കറങ്ങി നടക്കാമല്ലോ, ഒരു ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചല്ലേടാ നീ ആ ഡാൻസ് കളിച്ചത്. അയ്യോ ഏട്ടാ, ഞാനത് മനസ്സിൽ പോലും ചിന്തിച്ചില്ല ഏട്ടാ. നിന്റെ ചിരി കാണുമ്പോൾ തന്നെ അറിയാടാ നിന്റെ മനസ്സിൽ എന്താണെന്ന്. ഞാനത് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ മനസ്സിൽ വിചാരിച്ച അതേ കാര്യമാണല്ലോ ഏട്ടൻ പറഞ്ഞത് എന്നല്ലേടാ നീ ഇപ്പം ചിന്തിച്ചത്. എടാ നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ട, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല, അതിന് സമ്മതിക്കത്തുമില്ല. പിന്നെ അറിയാലോ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കോ തീരെ ഇഷ്ടമല്ല. അവളെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് യാതൊരു താല്പര്യമില്ലാത്തവരാണ്. അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും പോയി കഴിഞ്ഞപ്പോഴേക്കും അവരോട് എതിർപ്പൊന്നും പറയാതെ ഇതിനെല്ലാം ന്യായീകരിച്ച് നിന്നാനായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നീ വിചാരിക്കേ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും എൻ്റെ പൊന്നേട്ടാ, ഞാൻ നന്ദുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ ബന്ധവുമില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സൊക്കെ എന്താണെന്ന്. നന്ദുവേ ഈ ബാക്കി എല്ലാ കാര്യത്തിലും നല്ല പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമേ അവൾ പെർഫെക്റ്റ് അല്ല. അവളെ പലയിടത്തുനിന്ന് ഉപദേശിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവൾക്ക് നിന്നെ അങ്ങോട്ട് മറക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് നയനയും പറയുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോവുക. പോയി കഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവളോടൊപ്പം കറങ്ങി നടക്കാമല്ലോ. കല്യാണം കഴിക്കണ്ട, ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനോടൊപ്പം എനിക്ക് കറങ്ങി നടന്ന് കല്യാണം കഴിക്കുന്നതിനേക്കാളും രസമാണ് അങ്ങനെ പ്രണയിച്ച് നടക്കുന്നത്. ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പ്രണയിച്ച് നടന്നോളാവേ. പക്ഷേ എൻ്റെ തലയിലേക്ക് വേറെ ആരും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ അനിയും പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനാമികയും അതേപോലെ തന്നെ അനാമികയുടെ അച്ഛനെയും കൂടിയാണ്. അപ്പോൾ നവീൻ വക്കീൽ വന്ന് പൊളിച്ചെടുക്കണമെങ്കിൽ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങൾ ആ നിശ്ചയം മുടക്കി കളഞ്ഞല്ലേ? ഇത് കിട്ടഞ്ഞപ്പോഴേക്കും എൻ്റെ വക്കീലെ, ഞങ്ങളെല്ലാം അറിഞ്ഞ വക്കീൽ നന്ദുവിനെ കെട്ടാൻ വേണ്ടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. നന്ദുവിനെ സ്വന്തമാക്കണം, അതിനു വേണ്ടിയുള്ള കളികളാണ്. അത് വക്കീലിൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അത് ഒന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ വെച്ച് തന്നെ കേട്ടു വക്കീൽ സംസാരിക്കുന്നത്. നന്ദുവിനെ ഇഷ്ടമാണെന്നും ഈ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ കേട്ടതാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും സത്യമാണ്. അതിന് ഞാൻ എന്തിനാ മറിച്ച് വെക്കുന്നത്? എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, നന്ദുവിനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങൾ കാണിച്ചത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. നിങ്ങൾ ആ ഒരു നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് നിഷ്പ്രയാസം നിങ്ങൾ ചോദിക്കുന്ന തുക നിങ്ങൾക്ക് മേടിച്ചെടുക്കാമായിരുന്നു. പക്ഷേ നിങ്ങളിവിടെ മണ്ടത്തരം കാണിച്ചു. നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പിന്നെ അവിടെയുള്ള ആൾക്കാർ നിങ്ങൾ ചോദിക്കുന്ന പൈസ തന്നല്ലേ മതിയാവുള്ളൂ. എല്ലാം കളഞ്ഞു തുളച്ചില്ലേ. അത് പിന്നെ സാറേ, നിങ്ങളെന്തൊക്കെയാണ് പറയുന്നത്? ഈ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയല്ലേ ഗുണം. എനിക്ക് ഗുണം ഉണ്ടാകാതിരിക്കുക എന്ത് വേണേലും ചെയ്തോട്ടെ. അതിലെന്തിനാ നിങ്ങൾ കയറി ഇടപെടാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ കിട്ടിയാൽ പോരെ? നിങ്ങൾ അതല്ലേ നോക്കേണ്ടത്, അല്ലാതെ എനിക്ക് ഗുണം അത് ഇത്. ഇനി നിങ്ങൾക്ക് 8ന്റെ പണി എന്നിട്ട് തന്നെ കാര്യം. നിങ്ങളുടെ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്കൊന്ന് അറിയണമല്ലോ. എന്നെ കൊച്ചാക്കാൻ വേണ്ടി നിങ്ങൾ വരികയാണല്ലേ? എന്നെ കൊച്ചാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിട്ടും 8ന്റെ പണി തരാനായിട്ട് എനിക്കറിയാം. ഈ കേസ് എങ്ങനെ പോകുമെന്നൊന്ന് എനിക്കൊന്നും അറിയണം. ഇതിനി പോകൂല, നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടേയില്ല. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറേ ഇതെന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല സാറേ പറഞ്ഞത്. സാറേ ഇങ്ങനെയൊന്നും കിടന്ന് പെരുമാറല്ല കേട്ടോ. ഇനി എന്ത് പെരുമാറാനാ? നിങ്ങൾ അനുഭവിക്കണം. ഏതായാലും മൂർത്തി മുത്തശ്ശൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനായിട്ട് പോകുന്നില്ല. ഇപ്പം മുടങ്ങിയെങ്കിലും എപ്പോഴെങ്കിലും ആ ഒരു നിശ്ചയം നടന്നിരിക്കും. എനിക്ക് എൻ്റെ നന്ദുവിനെ കിട്ടുകയും ചെയ്യും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കിനി നിങ്ങളുടെ പൈസ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ വക്കീൽ ആ വണ്ടി കയറി പോവാണ്. അപ്പം അച്ഛാ, ഇനി എന്ത് അച്ഛ ചെയ്യുന്നത്? എല്ലാം അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഇങ്ങനൊരു കളി കളിച്ചത്. അതുകൊണ്ടല്ലേ കേസ് കൊടുക്കാനായിട്ട് പോയത്. ഇപ്പം എന്തായി? ഇപ്പം നിശ്ചയവും മുടങ്ങി, ഇനിയിപ്പോൾ പൈസയും കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാടെ, നമുക്ക് വക്കീലിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിർത്താം. വക്കീലിനെ സോപ്പിട്ട് നിർത്തിക്കോ, കണ്ടറിയാലോ. അങ്ങനെ നമ്മുടെ നയനയും അതേപോലെ തന്നെ ആദർശിനെയും കാണിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നയനെ എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് നയനെ. കാരണം എന്താണ് ഡിവോഴ്സ് തള്ളി പോകാനുള്ള കാരണം?
അങ്ങനെ ഡിവോഴ്സ് തള്ളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് എനിക്കറിയാം. ഇത് അനിയും നന്ദും കൂടി കളിക്കുന്ന കളിയാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ നന്ദുവിൻ്റെ ഭാഗത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തു, അത് ഓക്കെയാണ്. പക്ഷേ എൻ്റെ ആദർശേട്ടാ പറഞ്ഞപ്പോൾ തന്നെ നന്ദു കയറി ആക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ നിശ്ചയം കഴിഞ്ഞിട്ട് ആക്ഷൻ എടുത്താൽ പോരായിരുന്നില്ലേ? അതും അന്ന് പറഞ്ഞത് അനാമികയുടെ അച്ഛനല്ലേ? അവരെ ഇവൾക്ക് ശരിക്കും അറിയാലോ, പിന്നെ എന്തിനാ അങ്ങനെ ഒരു കാര്യം എടുത്തത്? അതിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആദർശേട്ടാ. പക്ഷേ ആ നിശ്ചയം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കേസ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അനിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടാനായിരുന്നു. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ആയിരിക്കും നന്ദു ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ എന്നാലും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിക്കാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും നല്ല അടുപ്പമുണ്ട് നയനെ. ആദർശേട്ടാ, അതെനിക്കും തോന്നിയത് ആദർശേട്ടാ. ഇനി അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവരങ്ങനെയാണല്ലോ, ഇനി അവരെ തിരുത്താനും പറ്റില്ല. പക്ഷേ എൻ്റെ അനിയനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല. അവന് അവന്തിയെ കല്യാണം കഴിക്കാനുള്ള താല്പര്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അവനെല്ലാവരും കൂടി കിടന്നിങ്ങനെ നിർബന്ധിക്കുന്നത്? അതൊന്നും എനിക്കിഷ്ടപ്പെടാത്ത കാര്യമാണ്. അവനിഷ്ടപ്പെടാത്ത കല്യാണമൊന്നും അവൻ്റെ രീതിയിൽ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ആദർശ് പറയുക. പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. അപ്പോൾ അഭി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുക. അപ്പോഴാണ് ഈ നവ്യ ചിരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സിൽ നിൽക്കണം, എടാ നിൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞ് പാളിസല്ലേ, നിൻ്റെ അനിയത്തിയുടെയും പ്ലാനുകൾ. അഭി എന്താ പറ്റി അഭി? എന്നാലും കണ്ടില്ലേ, നിശ്ചയത്തോടും അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് മനഃപൂർവ്വം നന്ദു മുടക്കിയതല്ലേ? നന്ദുവിന് ഇപ്പോഴും അനിയെ ഇഷ്ടമാണ്, അവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് മുടക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെനിക്കും തോന്നുന്നുണ്ട് അഭി. എന്നാലും അത് ചെയ്തത് വളരെയേറെ മോശമായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതെ, കാര്യം ഉണ്ടായിരുന്നില്ല. നന്ദുവിനെയാണ് ശരിയാക്കേണ്ടത്. എന്ത് പറയാനാ? എനിക്കിതിൽ കയറി ഇടപെടാനായിട്ട് പറ്റത്തുമില്ല. പക്ഷേ നീ ഒരു കാര്യം വിചാരിച്ചു നവ്യേ, ഈ കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയിട്ടൊന്നുമില്ല. അവന്തികയുടെയും അനിയുടെയും കല്യാണം നടക്കും, അത് കൺഫേം തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസമല്ല. അത് ഞാൻ നടത്തിയെടുത്തിരിക്കും. ഇത് കേട്ട നവ്യക്ക് കാലി വരിക. അപ്പം നവ്യ മനസ്സിലിങ്ങനെ ചിന്തിക്കണം, ആടാ നടത്താനായിട്ട് വാടാ, അന്നേരം കാണാടാ, നിൻ്റെ അനിയത്തിയും കൊല്ലും, നിന്നെയും ഞാൻ കൊല്ലും അവിടെ വെച്ച് തന്നെ എന്നിങ്ങനെ നവ്യ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവന്തിക ചെന്ന് ചോദിക്കുകയാണ്, സന്തോഷമായല്ലോ, ഭയങ്കര സന്തോഷമായല്ലോ നിശ്ചയം മുടങ്ങിയതിന്? സന്തോഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളത്തരയെ പോലെ. എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞല്ലേ അപ്പോഴേ എനിക്ക് കല്യാണത്തോട് താല്പര്യമില്ല എന്ന്. പിന്നെ നീയല്ലേ എൻ്റെ പിന്നാലെ നടക്കണം. നീയും നിൻ്റെ അമ്മയൊക്കെ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഈ കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ എനിക്ക് കല്യാണം നടക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എടാ നീ കൂടുതൽ നമ്പർ അടിക്കാൻ നിൽക്കണ്ടാ. ആ നന്ദുവും നീയും കൂടി ചെയ്ത പ്ലാനാണിതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എടി എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നന്ദു മുത്തശ്ശനെ വിളിച്ചതുപോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഈ സത്യങ്ങൾ മുഴുവനും അറിഞ്ഞത്. പിന്നെ നന്ദുവിനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവൾ മുൻപും ഒന്നും നോക്കൂല, അതങ്ങോട്ട് വിളിച്ച് പറയും. പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ നിശ്ചയം കഴിഞ്ഞിട്ട് അവൾക്ക് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകൂലേ എന്ന് പറയുമ്പോൾ അതും നിനക്ക് സ്വസ്ഥത തന്നെയാണല്ലോ. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് നന്ദുവിനെ എപ്പോഴും കാണല്ലോ. പക്ഷെ നീ ചിന്തിച്ചു നീ അല്ലാതെ വേറൊരു ഇതൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്തികയും പോവുക. അപ്പോൾ അവന്തിക ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അവന്തിക നേരെ ഈ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക, കാര്യങ്ങളെല്ലാം പറയുകയാണ്. മോളെ, എന്നാലും ആ നന്ദുവാണ് ഇതിനെല്ലാത്തിനും കാരണമല്ലേ? അതെ അച്ഛ, നന്ദു തന്നെയാ. അവളെ തീർക്കാനാന്ന് ഒരുങ്ങിയതാ. ആ സമയത്ത് എല്ലാവരും കൂടി വന്ന് അവളെ രക്ഷിച്ചു. പക്ഷേ ഒരു കരുത്തുള്ള നല്ല ആണുങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആണുങ്ങളെ അടിച്ചു തെറിപ്പിച്ചിടാനായിട്ടൊക്കെ അവൾക്ക് നല്ല കരുത്തുണ്ട്. അങ്ങനൊരു പെണ്ണാണ് നന്ദു എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട അച്ഛാ? ഈ നന്ദുവിൻ്റെ കാര്യം വിട്ടേര്, പക്ഷെ അവളുടെ കാര്യം ഞാൻ അവളെ തീർത്തോളാം. പക്ഷെ അച്ഛൻ അതുമാത്രമല്ലല്ലോ, ഈ അനാമികയുടെ അച്ഛനാണല്ലേ, അവരൊക്കെ ചീള് കേസാ. കുറച്ച് പൈസ കൈ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ സ്ഥലം വിട്ടോളും. അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ. പക്ഷേ നിൻ്റെയും അനിയുടെയും കല്യാണം നടക്കുമെന്ന് ഉറപ്പ് വേണം. എന്നാൽ മാത്രമേ ഞാനെങ്കിലും ആ പൈസ അവർക്ക് കൊടുക്കത്തുള്ളൂ. അല്ലാതെ കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇപ്പോഴും മോളെ സംശയമുണ്ട് മോളെ, ആ അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണെന്ന്. അയ്യോ, അത് സംശയമൊന്നല്ല, അത് ശരിക്കുള്ള കാര്യം തന്നെയാണ് അച്ഛാ. ആ സത്യമാണ് അതൊക്കെ പറഞ്ഞത്. അവർ തമ്മിൽ കാണാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്, അവർ പ്രണയത്തിലാണ് താനും. അതുകൊണ്ട് ഈ കല്യാണം മനഃപൂർവ്വം മുടക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക.
അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.